ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വർക്കല പോവാണ് കേട്ടോ. അവിടെ ഒരു ചെറിയ വിശേഷമുണ്ട്. നമ്മളങ്ങനെ ശിവഗിരി എത്തിയിട്ടുണ്ട്. ശിവഗിരിയുടെ അടുത്താണ് വീട്. അപ്പം ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ശിവഗിരിയിൽ വരുന്നതും ആദ്യമായിട്ട് ഉത്സവം കാണാനൊക്കെ വരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇനിയുള്ള കാഴ്ചകൾ അവിടെ കാണാം. ഇനി നമുക്ക് കുറച്ച് ഐഷു കുഞ്ഞയുടെ ഡാൻസ് ക്ലാസ്സും മ്യൂസിക് ക്ലാസ്സും ഒക്കെ കാണാം. ഐഷു ആണ് നമ്മുടെ ഈ വീഡിയോയിലെ മെയിൻ കഥാപാത്രം. ഞങ്ങൾ കുറച്ച് തിരക്കിലാണ്. നേരത്തെ കാണിച്ചില്ലേ ഐഷുവിനെ? നമ്മുടെ ഐഷുവിൻ്റെ വളകാപ്പ് ഫംഗ്ഷനാണ് നാളെ. ഐഷുവിന് നാളെ തലേ വയ്ക്കാനായിട്ട് മുല്ലപ്പൂ കിട്ടിയില്ല, കുറച്ച് പിച്ചിപ്പൂ മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി അരളി വെച്ച് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. വലിയ പരിപാടിയൊന്നുമല്ല, ഞങ്ങളാൽ കഴിയുന്ന ഒരു കുഞ്ഞ് തട്ടിക്കൂട്ട് പരിപാടി. കാരണം ഞങ്ങളുടെ ഐഷുവിൻ്റെ ഒരു ആഗ്രഹമാണ്. ഈ പ്രോഗ്രാമിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന സൂര്യതയാണ്. അവളാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. ഞങ്ങൾ അവളെ സഹായിക്കാൻ എല്ലാം ക്ലീൻ ചെയ്ത് ഫുഡും കഴിച്ച് ഞങ്ങൾ കിടന്നപ്പോഴേക്കും ഏകദേശം 12:30 മണിയായി. രാവിലെ ഞങ്ങളുടെ അടുക്കളയിലെ തട്ടിക്കൂട്ട് പണികളെല്ലാം കഴിഞ്ഞ ഉടനെ തന്നെ ഐഷുവിൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത്. സൂര്യത തന്നെയാണ് ഐഷുവിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റും. വലിയ ഓവറായിട്ടൊന്നുമല്ല, എന്നാൽ സിമ്പിളായിട്ട് അവളെ ഒരു സുന്ദരി കുട്ടിയാക്കണം എന്നായിരുന്നു ആഗ്രഹം. പിന്നെ സാരി ഉടുപ്പിച്ചു കൊടുക്കാൻ വേറെ ആരും അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ കയറി. ഞങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഐഷുവിൻ്റെ അമ്മയും അച്ഛനും കുറച്ച് ബന്ധുക്കളും കൂടെ പലഹാരമായിട്ടൊക്കെ വന്നു. ബാക്കിയുള്ളവരിനി പിറകെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി ഐഷുവിൻ്റെ ഞങ്ങളുടെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അമ്മയൊക്കെ പറഞ്ഞ് പലഹാരമൊക്കെ പൊട്ടിച്ച് പ്ലേറ്റിലേക്ക് ആക്കി സെറ്റ് ചെയ്യാൻ പറഞ്ഞു ടേബിൾ. അങ്ങനെ ഞങ്ങൾ ടേബിളൊക്കെ സെറ്റ് ചെയ്തു. ഇവിടെ യുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. ഫുഡ് ഫ്രൈഡ് റൈസും ചിക്കനും ഐസ്ക്രീമൊക്കെ ആയിരുന്നു. അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അമ്മയെ പിടിച്ചു നിർത്തിയാണ് എടുത്തത്. ഇനി നമുക്ക് ഐഷുവിൻ്റെ കുറച്ച് ഫോട്ടോസ് കണ്ടാലോ? ഒരു പിള്ളை കരുവിൽ കൊണ്ട് ഒരു പിള്ളை കയ്യിൽ കൊണ്ട് ഒരുപാടും യോഗം ഒരു തായ്ക്കിன்று മഴை പോലും നെഞ്ചം പുറന്തട്ടും പാവം കൊഞ്ചം തായ്ക്കുപ്പിൻ താരം നാൻ താനെയാ. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഐഷുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കിക്കൂടാന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഐഷു നോക്കാതെ ബാക്കിൽ കൂടെ ടാറ്റയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. ഐഷു ആഗ്രഹിച്ചേക്കാളും അടിപൊളിയായിട്ട് ഐഷുവിൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഐഷു എല്ലാവരോടും യാത്ര പറഞ്ഞൊക്കെ പോവുകയാണ്. വിഷ്ണുചേട്ടൻ അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് ഓപ്പോസിറ്റ് വന്ന് ഐഷുവും പോയി. അങ്ങനെ ഞങ്ങളും വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്കും കമൻറ്റും ചെയ്യുക. ബായ്.